ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സൂപ്പർ മുളകച്ചാറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉള്ളി, തക്കാളി അരിഞ്ഞ് വെച്ച് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് തുള്ളി ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. അതിനിടയിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ വരിക കേട്ടോ. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണേ. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തേ. വീഡിയോൻ്റെ താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ മുന്നിലെത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പായതിന് ശേഷം അതിലേക്ക് ഉള്ളി തക്കാളി ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പം നമ്മൾ നെട്ട് പൊട്ടിച്ചിട്ട് വേണം മുളക് കഴുകി വെക്കണം കേട്ടോ ആദ്യം. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മസാല ആവണ രൂപത്തിൽ മിക്സ് ചെയ്യണേ. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അധികം ഉപ്പ് കൂടരുത്, കാരണം ഇത് മധുരമുള്ള അച്ചാറാണ്. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉള്ള അതേ ടേസ്റ്റിലുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇത് തന്നെ ശർക്കര പാനിയാണ് കേട്ടോ. നമ്മൾ ശർക്കര ബെല്ലം ഉരുക്കി ആ പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. മധുരം ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ പച്ചമുളകൊക്കെ നന്നായി വേവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സൂപ്പർ അച്ചാറാണ്. ഒന്ന്